LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിൽ നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോന്നി പയ്യനാമണ്ണ് സ്വദേശിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ ബാങ്കിൽ നിന്ന് നിക്ഷേപകർക്ക് പണം കിട്ടുന്നില്ല എന്ന വലിയ പരാതി നിലനിൽക്കുന്ന ബാങ്കാണോ? എന്താണ് ഇന്ന് സംഭവിച്ചത് അവിടെ? ജയശങ്കർ, കേൾക്കാമെങ്കിൽ ഈ കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ ഈ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉണ്ടോ? ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? കുമാർ, ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്ഷേപമുണ്ടായി. കോന്നി റീജിയണൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി ഈ ബാങ്ക് ചെറിയ രീതിയിൽ പൊട്ടിയിരുന്നു. അതായത് ഈ ബാങ്കിന്റെ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ വലിയ തോതിൽ നിക്ഷേപകർക്ക് പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് ഈ പല ആളുകൾക്കും പണം നൽകാൻ പല ഡേറ്റുകളും തീയതികളൊക്കെ നൽകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ നിക്ഷേപം ലഭിക്കാത്ത നിക്ഷേപകനാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ആത്മഹത്യ ശ്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മദ്യത്തിൽ ഗുളിക കഴിച്ചുകൊണ്ടാണ് നിക്ഷേപൻ ആത്മഹത്യാ ശ്രമം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കോന്നി പയ്യാൻമണ്ണ് സ്വദേശി ആനന്ദൻ എന്നയാളാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നത്. ഇദ്ദേഹത്തിനോട് കഴിഞ്ഞ ദിവസം പണം നൽകാമെന്ന് ബാങ്ക് പറഞ്ഞ തീയതിയായിരുന്നു. ആ ദിവസം ആനന്ദൻ അവിടെ എത്തി, പക്ഷേ പണം ലഭിച്ചില്ല. ഇദ്ദേഹത്തിന് ഏകദേശം 11 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ 1 ലക്ഷത്തോളം രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു. എന്തായാലും ഈ ബാങ്കിലെ നിക്ഷേപകർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ പണം നൽകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾക്ക് പണം തിരിച്ചു നൽകാനുള്ള ഒരു ശേഷി ഈ ബാങ്കിനില്ല എന്നാണ്. ശരി ജയശങ്കർ, കോന്നി പയ്യനാമണ്ണ് സ്വദേശിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്നാണ് പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.